ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തന്റെ അമ്മയുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കളങ്കം തനിക്ക് മായ്ക്കണ്ടേ? ഈ മിഷൻ സക്സസ് ആയാൽ മേനോനെ നമുക്ക് കിട്ടും. ജയശ്രീയുടെ സത്യങ്ങൾ അറിയാൻ അതൊരു ലീഡ് ആവുകയും ചെയ്യും. നിനക്ക് ഞാൻ കണ്ടെത്തിയ പയ്യനെ താഴെ ഇരിക്കുന്നെ. അവരോട് ഞാനിപ്പോ എന്താ പറയണ്ടേ? നീ എന്തിനാ അവളോട് ചോദിക്കുന്നേ? മര്യാദക്ക് പോയി അവരെ പറഞ്ഞുവിട്. ശരി, ഞാൻ പോയി അവരെ പറഞ്ഞുവിടാം. പക്ഷേ അവര് പോയതിന് പിറകെ ഞാനും എന്റെ മക്കളും ഈ വീട് വിട്ടിറങ്ങും. പിന്നെ ജീവിക്കണോ മരിക്കണോന്ന് ഞാൻ തീരുമാനിക്കും. വസുമതി, നീ എനിക്ക് ചെയ്തു തന്ന സത്യം നീ മറന്ന സ്ഥിതിക്ക് ഞാനും എന്റെ വാക്കുകൾ പാലിക്കുന്നില്ല. എന്നെ എതിർത്ത് നീ ഒന്നും ചെയ്യില്ലെന്നും പറയില്ലെന്നും സത്യം ചെയ്തു തരണം. എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. എന്റെ കയ്യിന്ന് വിടടി. പിന്നെ ഞാൻ എന്താ വേണ്ടേ? വന്നിരിക്കുന്ന അത്രയും പേരുടെ മുന്നില് ഞാൻ നാണം കെടണോ? നിങ്ങൾ ആരും അറിയാതെ അവരെ വിളിച്ചു വരുത്തി പറ്റിക്കായിരുന്നു എന്ന് പറയണോ? നോക്ക്, നിനക്ക് ഞാൻ കുറച്ച് സമയം തരാം. അതിനുള്ളിൽ താഴെ വന്ന് വിവാഹത്തിന് സമ്മതമാണെന്ന് അവരോട് പറയണം. അല്ലെങ്കിൽ അറിയാലോ നിനക്കെന്നെ. എന്നെ ചതിച്ചാ പിന്നെ നീ കാണുന്നത് എന്റെ മക്കളുടെ ശവമായിരിക്കും. മോളെ, മുത്തശ്ശി കരയാതെ. വരുന്നു. അതെ, ദുർഗ വിവാഹത്തിന് സമ്മതിച്ചു. അവൾക്ക് പയ്യനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാ പറയുന്നേ. എന്താ ആലോചിക്കുന്നേ? അല്ല, ഇപ്പൊ ഇവിടെ നിന്ന് കരഞ്ഞോണ്ട് പോയ ആളെങ്ങനെയാ ഇത്ര പെട്ടെന്ന് കല്യാണത്തിന് സമ്മതിച്ചത്? അതോ പറയേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോ അവൾക്ക് മനസ്സിലായി, അത്രേ ഉള്ളൂ. അതെ, നിങ്ങൾക്കാർക്കും വിശ്വാസമായില്ലേ? എന്തോ ഒരു സംശയം പോലെ. സംശയമൊന്നുമില്ല. ഞങ്ങളുടെ പയ്യനിത് രണ്ടാം വിവാഹ. ഈ ബന്ധത്തിൽ നിന്ന് ഇവൻ ഇനിയൊരു സങ്കടം ഉണ്ടാവാൻ പാടില്ല. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഇല്ല. ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ. ഞങ്ങൾക്ക് ഈ വിവാഹത്തോട് ഒരു എതിർപ്പും ഇല്ല. പക്ഷെ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് നേരിട്ട് അവൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞു കേൾക്കണം. അതെ, അതാ അതിന്റെ ശരി. അതിനെന്താ, ദുർഗ പറയും. അവളാളൊരു നാണം കുണുങ്ങിയ, അതാ വരാത്തത്. ഉടനെ വരും. എന്നിട്ട് അവളുടെ സമ്മതം നേരിട്ടറിയിക്കും. എന്തിനാ സംശയിക്കുന്നേ? നാത്തൂൻ പറഞ്ഞില്ലേ, ദുർഗയ്ക്ക് നാത്തൂന്റെ വാക്കിനപ്പുറം വേറെ ഒന്നുമില്ല. ശരി, ഞങ്ങൾക്ക് ഏതായാലും പെൺകുട്ടിയെ ഇഷ്ടമായി. അവള് സമ്മതം പറഞ്ഞ നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ശരി. മോളെ, വസുമതി പറയുന്നൊന്നും നീ കേൾക്കാൻ നിൽക്കണ്ട. അവരൊന്നും കാണാതെ വേഗം ഇവിടുന്ന് പൊക്കോളൂ. തൽക്കാലത്തേക്ക് ആ സ്കൂളിൽ പോയിരിക്കേ. വൈകിട്ട് വന്നാ മതി. അപ്പോഴേക്ക് എല്ലാരും ഇവിടുന്ന് പോകും. ഇല്ല മുത്തശ്ശി, ഞാൻ അങ്ങനെ ചെയ്ത അത് ചെറിയമ്മേ നാണം കെടുത്തുന്ന പോലെ ആവും. നിന്നോട് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. എന്താന്ന് വെച്ചാ നീ ചെയ്. അതെങ്ങനെയാ? എല്ലാരും കൂടി ഈ കൊച്ചിനെ തീറ്റിക്കല്ലേ?
വല്ലാത്തൊരു കഷ്ടാണ്. പാവം എന്റെ മോള്. ദുർഗ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? ആ വയസ്സായ മനുഷ്യനാണോ ദുർഗ വിവാഹം കഴിക്കാൻ പോകുന്നത്? എല്ലാം ചെറിയമ്മയുടെ തീരുമാനമല്ലേ കിരൺ? എടോ, ഇത് തന്റെ ജീവിതമാ. അവിടെ തീരുമാനം എടുക്കേണ്ടത് താനാ, അല്ലാതെ ചെറിയമ്മയല്ല. താനൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ സ്വന്തം മകൾക്കാണെങ്കിൽ ഇങ്ങനെ ഒരാളെ അവർ ഭർത്താവായിട്ട് കണ്ടെത്തുവോ? ഇല്ലല്ലോ. ഇത്രയും വിദ്യാഭ്യാസം വിവരമുള്ള ദുർഗ ഇങ്ങനെ അടിമയെ പോലെ പെരുമാറുന്നത് കാണുമ്പോ സത്യത്തില് സങ്കടമുണ്ട്. എന്തൊക്കെ പുരോഗമനം പറഞ്ഞാലും ചില കാര്യങ്ങളിൽ നമ്മൾ നിസ്സഹായരായി പോകും കിരൺ. ദേ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ലേ ദുർഗെ? എല്ലാവർക്കും വേണ്ടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന താനെന്തിനെങ്ങനെ പേടിക്കുന്നേ? ആ ജോർജ് സാറാണല്ലോ. ഹലോ സാർ. കിരൺ എവിടെയാ? സാർ വീട്ടിലുണ്ട് സാർ. ജേഡി എന്റെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. ദാ. സർ, ജേഡി, ഒരു ഇൻഫർമേഷൻ ഉണ്ട്. എത്രയും പെട്ടെന്ന് ആക്ഷൻ ഉണ്ടാവണം. സർ, വീട്ടിലൊരു ഫംഗ്ഷനിലാണല്ലോ. ജേഡി, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മിഷനാണ്. തന്റെ അമ്മയുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കളങ്കം തനിക്ക് മായ്ക്കണ്ടേ? ഈ മിഷൻ സക്സസ് ആയാൽ മേനോനെ നമുക്ക് കിട്ടും. ജയശ്രീയുടെ സത്യങ്ങൾ അറിയാൻ അതൊരു ലീഡ് ആവുകയും ചെയ്യും. സർ, ഡീറ്റെയിൽസ് പറഞ്ഞു. ഞങ്ങൾ ഉടനെ എത്താം. ഓക്കെ. ദുർഗ എന്താ വരാത്തെ? അവൾ ഉടനെ വരും. അല്ല, ദുർഗ വന്ന ചേട്ടനൊപ്പം 2-3 ഫോട്ടോസ് എടുക്കായിരുന്നു. ഇന്നിവിടെ വരാൻ പറ്റാത്ത കുറച്ച് ബന്ധുക്കളുണ്ട്. അവർക്ക് പെൺകുട്ടിയെ ഒന്ന് കാണാമല്ലോ. അതെ, കല്യാണത്തിന് മുമ്പ് ഒന്നിച്ചുള്ള ഫോട്ടോ എടുപ്പൊന്നും വേണ്ട. അതിനിപ്പോ എന്താ അമ്മേ, ഇത് പഴയ കാലമൊന്നും അല്ലല്ലോ. എന്തായാലും ദുർഗയും ദിനേശനും നാളെ ഭാര്യ ഭർത്താക്കന്മാരാവേണ്ടവരാ. അപ്പൊ പിന്നെ ഒന്നിച്ചൊരു ഫോട്ടോ എടുത്തോണ്ട് എന്ത് സംഭവിക്കാനാ? അതെ അതെ, കല്യാണത്തിന് മുമ്പ് എടുക്കുന്ന ഫോട്ടോഷൂട്ടൊക്കെ ഇപ്പൊ വൈറലല്ലേ? വൈറലല്ല, വൈറൽ. ആ അതെ അതെ, അത് തന്നെ. അമ്മ ആളൊരു പഴഞ്ചരാ. ഇത്തരം മോഡേൺ കാര്യങ്ങൾക്കൊന്നും അമ്മയ്ക്ക് താല്പര്യമില്ല. ദേ, എന്നെ അത്ര പഴഞ്ചനാക്കാനൊന്നും നോക്കണ്ട ഗിരിജെ.